ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ തന്നെ ട്രാൻസ്ജെൻഡേഴ്സിന് വേണ്ടി ഒരുപാട് പ്രവർത്തിച്ച മൈത്രേയൻ, അന്ന് ആ കാലഘട്ടത്തിൽ ഈ ട്രാൻസ്ജെൻഡേഴ്സ് അഭിമുഖീകരിച്ച കുറെ പ്രശ്നങ്ങളുണ്ട്. പക്ഷെ ഇപ്പോ ഈ ഒരു അവസ്ഥയിൽ സോഷ്യൽ മീഡിയയുടെ ഒക്കെ വളർച്ച കൊണ്ടും ഈ ട്രാൻസ്ജെൻഡേഴ്സിൽ കുറെ അവർക്ക് എഡ്യൂക്കേറ്റഡും പിന്നെ കുറച്ചൊക്കെ എക്സ്പോഷർ കിട്ടിയിട്ടുണ്ട് ഈ സോഷ്യൽ മീഡിയയിൽ കൂടെ തന്നെ. അതുകൊണ്ട് തന്നെ അന്നത്തെ ഒരു അവസ്ഥയല്ല ഇന്ന്. ഇത് രണ്ടും ഒരു കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇത് രണ്ടും കണ്ട ഒരു ആൾ എന്ന നിലയിൽ ട്രാൻസ്ജെൻഡേഴ്സിന്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ അവരെ കാണുന്ന കാഴ്ചപ്പാടിൽ അവർക്ക് ഒരു മാറ്റം വന്നിട്ടില്ലേ? എനിക്കറിഞ്ഞോളൂ. അന്നത്തെ കാലഘട്ടവും ഇന്നത്തെ കാലഘട്ടവും തമ്മിൽ വെച്ച് നോക്കുമ്പോൾ എന്താണ് നിങ്ങൾ മാറ്റം വന്നു എന്ന് നിങ്ങൾ അതായത് ട്രാൻസ്ജെൻഡേഴ്സിന്റെ ജീവിതത്തിൽ അന്നത്തെക്കാൾ ഉപരി അല്ലെങ്കിൽ ഇന്നും അതായത് പൊതുസമൂഹം അവരെ കാണുന്ന ഒരു കാഴ്ചപ്പാടിൽ മാറ്റം വന്നിട്ടില്ലേ? ഇല്ല, ഇന്നുമില്ല. ഇല്ല. വളരെ ഒപ്രസ്ഡ് ആയിട്ടുള്ള ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതിനകത്ത് ഒറ്റയ്ക്ക് എനിക്ക് തോന്നുന്നു കേരളം മുഴുവൻ കൂടെ എടുത്ത് ഇന്നും പരിശോധിച്ച് നോക്കിയാൽ വിരലിലെണ്ണാവുന്ന കുറച്ച് ആൾക്കാർ മാത്രമാണ് ട്രാൻസ്ജെൻഡേഴ്സായിട്ട് നമ്മൾ അറിയപ്പെടുന്ന പോലും. ബാക്കിയുള്ളവരെല്ലാം ഇന്നും ബിഹൈൻഡ് ദ ക്ലോസറ്റ് എന്ന് അവർ പറയും. ക്ലോസറ്റിനകത്ത് ഇരിക്കുന്നവരായിട്ട് തന്നെ തുടരും. വളരെ നെഗറ്റീവായ ഒരു സമൂഹം തന്നെയാണ് കേരളത്തിൽ ഇപ്പോഴും. അല്ലാതെ ട്രാൻസ്ജെൻഡേഴ്സിനെ അക്സെപ്റ്റ് ചെയ്തിട്ടുള്ളവരോ കുട്ടികളെല്ലാം അവരെ പറ്റി അവർ തന്നെത്താൻ അന്വേഷിച്ച് അവരുടെ ലൈംഗിക ഉന്മുഖത്വം ഓറിയന്റേഷൻ എന്താണെന്ന് അന്വേഷിക്കുന്നോ പഠിപ്പിക്കുന്നോ കാര്യങ്ങളോ ഒന്നും തന്നെ ആരംഭിച്ചിട്ട് ഒന്നുമില്ല. എന്ത് മാറ്റമാണ് നിങ്ങൾ പറയുന്നത്? നിങ്ങൾ ആകെ കാണുന്ന മാറ്റം എന്ന് പറയുന്നത് ഒരു 50 താഴെയുള്ള ആൾക്കാർ എന്ന് പറഞ്ഞാൽ പ്രൈഡ് ഡേയിലല്ല, അന്ന് കുറച്ച് പേര് ഒന്നിച്ചു കൂടുന്നുണ്ടാകും. പക്ഷെ അങ്ങനെ അല്ലാതെ കേരളം മുഴുവനും കൂടെ എടുത്തു നോക്കിയാൽ ഒരു 50 പേര് കാണും ഇപ്പോഴും ക്രോസ് ഡ്രസ് ചെയ്യുന്നവർ. എന്ന് പറഞ്ഞാൽ പുരുഷന്മാർ സ്ത്രീകളുടെ വേഷവും സ്ത്രീകൾ പുരുഷന്മാരുടെ വേഷമൊക്കെ ഉപയോഗിക്കാൻ, പുരുഷൻ എന്ന് പറഞ്ഞാൽ അംഗീകൃതമായ പുരുഷ സ്ത്രീ വേഷങ്ങൾ മാറി ഉപയോഗിക്കാനൊക്കെ ധൈര്യമുള്ളവർ വളരെ കുറച്ച് പേര് കേരളത്തിലുണ്ട്. ഞാൻ ഈ ആളുകളെ ഓർഗനൈസ് ചെയ്യാനായിട്ട് മുൻകൈ എടുക്കുന്ന സമയത്ത് കേരളത്തിൽ ഇങ്ങനെ ആളുകൾ ഇല്ല എന്നായിരുന്നു. നമ്മളെല്ലാം അങ്ങനെ വിചാരിച്ചു, ഇല്ലെന്ന് തന്നെയാണ് വിചാരിച്ചു. അറിയാതൊക്കെ ചിലരൊക്കെ ഇങ്ങനെ ഒരു ഫെമിനിൻ രീതിയിൽ സ്ത്രീകളുടെ ചലനങ്ങളുള്ള ചില പുരുഷന്മാരുണ്ട് എന്നൊക്കെ, അത് അവർക്ക് എന്തോ ഒരു സാരമായ തകരാറ് കൊണ്ടുണ്ടാകുന്ന നിലവാരത്തിലൊക്കെ കാണുന്നു എന്നൊക്കെയുള്ള നിലവാരത്തിൽ പറയപ്പെടുന്നു എന്നുള്ളതല്ല, അതൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പൊ 25 വർഷമായി ഞാൻ ഈ ട്രാൻസ്ജെൻഡേഴ്സിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ട്. ആകെ എത്ര സിനിമ ഉണ്ടായി അത്തരത്തിലുള്ള ആൾക്കാരുടെ ജീവിതത്തിന്? ആകെപ്പാടെ 4 സിനിമയാണ് എൻ്റെ ഓർമ്മയിലുള്ളത്. അത് ആദ്യത്തെ സിനിമ എന്ന് പറയുന്നത് പയ്യനെ വളർത്തി പെണ്ണാക്കി എന്ന് പറയുന്ന ചാന്തുവട്ടം എന്ന് പറയുന്ന സിനിമയാണ്. എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്ന കുട്ടികളാണ് അന്ന് ദിലീപിന് ഈ ട്രാൻസ്ജെൻഡർ ആയിട്ട് അഭിനയിക്കുന്നതിനുള്ള ട്രെയിനിങ് കൊടുക്കുകയൊക്കെ ചെയ്തത്. അപ്പോൾ അന്ന് തൊട്ട് നമുക്കതറിയാം. എങ്കിലും ഒരു മെയിൻ സ്ട്രീം സിനിമ അത് എടുത്തു എന്ന് പറയുന്ന ഒരു വശമായിരുന്നു. അടുത്തതെന്ന് പറയുന്നത് മനോജ് കെ ജയനും തിലകനും കൂടെ ഒക്കെ അഭിനയിച്ചിട്ടുള്ള ഒരു സിനിമയാണ്. അത് പക്ഷെ തീരെ ഓടിയതായിട്ടോ ഞാൻ ഇങ്ങനെ ഉണ്ടെന്ന് മാത്രമേ അറിയാവൂ. അർത്ഥനാരീശ്വരൻ അങ്ങനെ കണ്ടായിരുന്നു. അതിനകത്ത് അത് എങ്ങനെ ഞാൻ കണ്ടിട്ടില്ല, അതുകൊണ്ട് എനിക്ക് സത്യത്തിൽ അറിയില്ല അതെങ്ങനെയാണ് ഡെപ്പിക്ട് ചെയ്തിരുന്നതെന്ന് എനിക്കറിയില്ല. എങ്ങനെ അതിന്റെ കുറെ ഷോർട്സ് മാത്രമേ കണ്ടിട്ടുണ്ട്. തിയേറ്ററിലൊക്കെ ഓടിയത് കേരളത്തിൽ നിൽക്കാതെ മറ്റൊരു കേരളത്തിൽ നിൽക്കാൻ പറ്റില്ലല്ലോ ആ ഒരു അവസ്ഥയിലാണ് അവര് വേറെ പോകുന്നായിരുന്നോ? അപ്പൊ അതാണ് പിന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഞാൻ ഒരു സീരിയസ് ആയിട്ട് ആ വിഷയം കൈകാര്യം ചെയ്തതായിട്ട് കാണുന്നത് കാതലിനകത്താണ്. മമ്മൂട്ടി അഭിനയിക്കുന്നത്. അത് തന്നെയും യഥാർത്ഥത്തിൽ ആ പ്രശ്നമല്ല കൈകാര്യം ചെയ്തിട്ടുള്ളത്. അതിനകത്ത് സ്ത്രീ പുരുഷ ബന്ധമാണ്, രണ്ടുപേര് തമ്മിലുള്ള ബന്ധത്തിനകത്ത് ഇതിൻ്റെ വശം. അതുകൊണ്ട് അത് ആ വശം പറയാൻ അങ്ങനെ കഴിഞ്ഞു. ഇത്രയും നെഗറ്റിവിറ്റി ഉൽപ്പാദിപ്പിക്കാതെ, അതിനോട് വിരോധം തോന്നിപ്പിക്കാതെ അത് ചെയ്തെടുക്കാൻ ജിയോയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊരു പോസിറ്റീവായിട്ടൊരു സ്ഥലമാണ്. പക്ഷേ സൂക്ഷ്മമായിട്ടൊക്കെ നമ്മൾ പരിശോധിച്ച് നോക്കി നമുക്ക് വിമർശനങ്ങളൊക്കെ വെക്കാൻ പറ്റുന്ന ഏരിയകളൊക്കെ അതിനകത്തൊക്കെ നിൽക്കും. എങ്കിലും മെയിൻ സ്ട്രീമിനകത്ത് ഉള്ള ഒരു
സിനിമയും അത് സമൂഹത്തിൽ ഓടുകയും ഇത് പ്രകടമായി പറയാതെ പറയുന്നു എന്ന് പറയുന്ന രീതി ഉപയോഗിച്ചിട്ടാണ് അത് ചെയ്തിട്ടുള്ളത്. പിന്നല്ലാതെ മമ്മൂട്ടി തന്നെ ഒരു തമിഴ് സിനിമയിൽ അഭിനയിച്ചതിനകത്ത് ഒരു ട്രാൻസിൻ്റെ ഒരു യുവതിയെ അതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്, ഓട്ടിസ്റ്റിക്കായ കുട്ടിയുടെ പ്രശ്നം കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ അത് വളരെ പോസിറ്റീവായിട്ട് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് രണ്ട് തിരസ്കൃതരായ മനുഷ്യർ സ്വയം പരസ്പരം കണ്ടെത്തി നന്നായി അവർ ജീവിക്കാനായിട്ട് പോകുന്നതിനെ പറ്റിയുള്ള ഒരു പോസിറ്റീവ് നോട്ടിൽ അത് കൊണ്ടുപോയി നിർത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അതും ഇത്രയും ആണ് എൻ്റെ ഓർമ്മയിലുള്ള. ഇനി അല്ലാതെ വല്ലതും വന്നിട്ടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടെ, ഷോർട്ട് ഫിലിം വല്ലതും വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ ഇതൊക്കെ ഇപ്പോഴും മെയിൻ സ്ട്രീമിലെ ഒരു കഥയായിട്ട് എടുക്കാൻ പോലും ആരും തയ്യാറായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഞാൻ പറയുന്നത്. ഒരു ട്രാൻസ്ജെൻഡർ ആയിട്ട് കഴിഞ്ഞാൽ നമുക്ക് 100-ലൊരു 3-4 പേരെങ്കിലും കാണും ട്രാൻസ്ജെൻഡേഴ്സ് ആയിട്ട്. അത് അക്സെപ്റ്റൻസ് കുറഞ്ഞു പോകുമെന്നുള്ളത് അത് തന്നെ അക്സെപ്റ്റൻസ് കുറയുന്നതിനെ പറ്റി അല്ലയോ നമ്മൾ ഈ പറഞ്ഞത്. അല്ല, അതുകൊണ്ടായിരിക്കും കേരളത്തിനകത്ത് നിങ്ങൾ മാറ്റം വന്നു എന്ന് പറയുമ്പം ഇത് മാറ്റം വരുന്ന അങ്ങനെയാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ മെയിൻ സ്ട്രീം സിനിമയ്ക്കകത്തോ കഥകൾക്കകത്തോ ഒക്കെ വരുമ്പോഴാണ് അക്സെപ്റ്റൻസ് ഉണ്ടാകുന്നത്. അത് ഇതുവരെ സംഭവിച്ചിട്ടൊന്നുമില്ല. വളരെ സ്ട്രഗിൾ ചെയ്തിട്ട് തന്നെയാണ് ട്രാൻസ്ജെൻഡേഴ്സ് ഇവിടെ കഴിയുന്നത്. ലൈംഗിക ന്യൂനപക്ഷമാണ് ഞാൻ എന്ന ഒരാൾ പറഞ്ഞു നിൽക്കണമെന്നുണ്ടെങ്കിൽ അസാമാന്യമായ ധൈര്യവും ധീരതയും അത്രത്തോളം വിലയും സാമൂഹികമായ ഒപ്രഷൻ ശരിക്കും അനുഭവിച്ചല്ലാതെ കഴിയാനത്. കേരളത്തിന് പുറത്തു പോയിട്ട് തന്നെയാണ് ഇന്നും ആളുകൾ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കുന്നത്. നല്ല മൂച്ച്, കടുത്ത മൂച്ചെന്ന് പറയുന്ന വാക്ക് ഉപയോഗിച്ചിട്ട് നിൽക്കുന്നവർ മാത്രമാണ് കേരളത്തിനകത്ത് നിൽക്കുന്നത്. അതുകൊണ്ട് അതൊന്നും അങ്ങനെ അല്ലെന്നൊന്നും പറയേണ്ടതുണ്ട്. അത്തരത്തിലുള്ള ഒരു വിസിബിലിറ്റിയോ അല്ലെങ്കിൽ അങ്ങനത്തെ അക്സെപ്റ്റൻസോ കേരളത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. കേരളമാണ് ഈ കാര്യത്തിനകത്ത് ഏറ്റവും പുറകിലായിട്ടുള്ളത്. ഞാൻ ഇവരെ ഓർഗനൈസ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത തമിഴ്നാട്ടിനകത്ത് ആൾക്കാർ ക്രോസ് ഡ്രസ് ചെയ്ത് നടക്കുന്നുണ്ട്, ഹിജഡകൾ എന്ന് വിളിക്കപ്പെടുന്നവരായിട്ട് പോകുന്നുണ്ട്. ഇവിടെയുള്ള മുഴുവൻ ആൾക്കാരും ശരിക്കും പറഞ്ഞാൽ ബാംഗ്ലൂർ നഗരത്തിലായിരുന്നുണ്ടായിരുന്നു, ബോംബെയിൽ, ഹൈദരാബാദിൽ, ഇവിടെ എല്ലാം നടക്കുന്നുണ്ട്. മലയാളികളാണ്. അതിനകത്ത് ഞാൻ അവരെയൊക്കെ പരിചയപ്പെടുമ്പം അവരെ കണ്ടാലും സംസാരിച്ചാലൊന്നും നമ്മൾ ഈ മലയാളികളാണെന്ന് വിചാരിക്കാനും പോലും പറ്റാത്ത നിലവാരത്തിലുള്ള ഹിജഡ ഗുരുക്കളുണ്ടായിരുന്നു. അതിലൊരു സ്ത്രീ ബാംഗ്ലൂരിൽ നിന്ന് എന്നോട് സംസാരിച്ചിട്ട് ആ സംസാരിക്കുന്ന സമയത്തെല്ലാം ഞാൻ വിചാരിക്കുന്നത് ഇവര് ആ നാട്ടുകാരിയാണെന്നാണ് വിചാരിക്കുന്നത്. കുറെ കഴിഞ്ഞിട്ട് മറ്റുള്ള ആരും ഇല്ലാത്ത പെട്ടെന്ന് അവർ തിരിഞ്ഞിട്ട് പറഞ്ഞു, സാറേ ഞാൻ തൃശ്ശൂർകാരിയാന്ന് പറയുമ്പോഴാണ് ഞാനത് അറിയുന്നത്. അവര് സത്യത്തിൽ അവരോട് ഞാൻ പറഞ്ഞിട്ട് അവരുടെ ജീവിതം എഴുതിയിട്ടുണ്ട്. തൃശ്ശൂര് എന്ന് അത് എനിക്ക് എവിടെ നിന്നാണ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്, ഞാനത് വായിച്ചിട്ടില്ല. ജെറിന എന്നങ്ങാണ്ടാണ് എനിക്ക് തോന്നുന്നത് അവരുടെ പേര്. അപ്പം ഇതൊക്കെ ഞാൻ കണ്ടാണ് അന്ന് ഈ അവിടെ എല്ലാം ഓടിപ്പോയി ഒളിച്ചിരിക്കുന്നവർ മുഴുവനും കേരളത്തിലുള്ളവരായിരുന്നു. അപ്പൊ നമ്മൾ വളരെ പ്രാകൃതമെന്ന് വിചാരിക്കുന്ന ഞാൻ മലയാളികൾ വളരെ ഉയർന്ന ചിന്താഗതിയുള്ളവരാണെന്ന് തെറ്റിദ്ധരിക്കുന്നവരാണ് നമ്മളെല്ലാം. അപ്പൊ അവർക്കൊക്കെ എങ്ങനെയാണ് ഈ തമിഴ്നാട്ടിലും കർണാടകത്തിലും ബോംബെയിലും ഹൈദരാബാദിലും ഒക്കെ ജീവിക്കാൻ പറ്റുന്നത്? അവിടെ മനുഷ്യർക്ക് കുറച്ചുകൂടെ മനുഷ്യത്വം കൂടുതലുണ്ട്. ഇവിടെ വിവരം കൂടിയിട്ട് നേരത്തെ എന്താണ് ഈ കുട്ടിയോട് പക തോന്നുന്ന നിലവാരത്തിൽ പോലെ തന്നെ പെരുമാറുന്ന മലയാളി ബോധമുള്ള ആളുകൾ തന്നെ. വളരെ മോശപ്പെട്ട പുരുഷാധിപത്യപരമായ വളരെ മോശം സമൂഹമാണ് ആ ലെവലിൽ കേരളം. ഒരു സംശയവും നമുക്ക് വേണ്ട. ജനാധിപത്യ അവകാശങ്ങളെ പറ്റി വാദോരാതെ പ്രസംഗിക്കുകയും വീടിനകത്തും നാടിനകത്തും അല്പം പോലും ജനാധിപത്യപരമില്ലാതെ ജാതീയമായും ലിംഗപരമായും മതപരമായും വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സമൂഹം തന്നെയാണ്. സൂക്ഷ്മമായിട്ട് 2 തരത്തിൽ പെരുമാറുന്നവരാണ് മലയാളികൾ. പരസ്യമായിട്ട് നല്ല കവിത എഴുതും, നല്ല പാട്ടെഴുതും, വീട്ടിലില്ല. അല്ല ഇപ്പൊ ഈ ഒരുപാട് മേക്കപ്പ് ആർട്ടിസ്റ്റ് അതുപോലെ തന്നെ മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ മുഴുവനും അല്ല അവരെ അംഗീകരിക്കുന്നുണ്ടല്ലോ. അവരെ മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ പണ്ട് മേക്കപ്പ് ആർട്ടിസ്റ്റുകള് ഏറ്റവും അതിനകത്ത് അവഗണിക്കപ്പെട്ട വിഭാഗം തന്നെയായിരുന്നു. കഷ്ടം പിടിച്ച് അവർ ജീവിച്ചിരുന്നത്. എല്ലാ ആർട്ടിസ്റ്റുകളും ശരിക്കും പറഞ്ഞ എല്ലാ ആർട്ടിസ്റ്റുകളും ഡാൻസ് ചെയ്യുന്നവരൊക്കെ ഏതെങ്കിലും നിലവാരത്തിൽ ട്രാൻസ്ജെൻഡർ ഏരിയകൾ ഉണ്ടാവുക തന്നെയായിരിക്കും.
അതിനൊന്നും എനിക്ക് സംശയമൊന്നുമില്ല. അവരെയൊക്കെ അക്സെപ്റ്റ് ചെയ്യുന്നതെന്നൊക്കെ പറയാതെ ഒന്നും ഇല്ല. ഇപ്പൊ ഈ ഒരു മാസത്തിന് മുമ്പ് ഈ എറണാകുളത്തെ ഒരു പെണ്ണിനെ റോഡിന്റെ സൈഡിൽ നിന്ന് ഒരുത്തിനെ അടിച്ച് നാശമാക്കി. അതിന് സപ്പോർട്ട് കൊടുത്തവരായിരിക്കും കേരളത്തിൽ. ഞാനത് ബാക്കി അതിന്റെ ചിത്രമോ കാര്യങ്ങളോ ഒന്നും കണ്ടിട്ടില്ല. അതിന്റെ സോഷ്യൽ മീഡിയ ഡിബേറ്റിനകത്ത് ഞാൻ കണ്ടിട്ടില്ല. അത് അല്ല, അപ്പൊ അവിടെ അതിനെ എന്ത് തരത്തിലാണ് ആളുകൾ പ്രതികരിച്ചിരിക്കുന്നവരുടെ എണ്ണം നോക്കിയാൽ മതി. നമ്മളിത് മനസ്സിലാക്കിയാൽ മതി. മലയാളികള് അങ്ങനൊന്നും മാറിയിട്ടില്ല. മലയാളികള് ജാതിപരമായി വളരെയധികം സൂക്ഷ്മമായി ചിന്തിച്ച് ജാതി ആചരിക്കുന്നവർ തന്നെയാണ്. വിവാഹം ഇപ്പോഴും കഴിച്ചിട്ടില്ല. ഓണർ കില്ലിങ് നടത്തി കഴിഞ്ഞ ഒരു നാടും തന്നെയാണ് കേരളം, വടക്കേ ഇന്ത്യ മാത്രമല്ല. അപ്പൊ അത് കാരണം കൊണ്ട് നമ്മൾ ഈ പറയുന്ന നവോത്ഥാനമൊന്നും തൊലിപ്പുറത്തുള്ള നവോത്ഥാനമാണ്, ആഴത്തിലെങ്ങും പോയിട്ട് അല്ല. ഇപ്പം മൈത്രേയൻ പറഞ്ഞില്ലേ, നമ്മുടെ സമൂഹം മാറിയിട്ടില്ല, അവരെ അംഗീകരിക്കുന്നില്ല എന്ന് പറയുമ്പോൾ, ഇപ്പൊ ഈ മലയാളി സമൂഹം ആയിക്കോട്ടെ, ഏതൊരു സമൂഹം ആയിക്കോട്ടെ, ഇപ്പൊ ട്രാൻസ്ജെൻഡേഴ്സിനെ അംഗീകരിക്കുന്നില്ല എന്ന് പറയുമ്പോൾ പൊതുസമൂഹത്തിന് അവരെ കുറിച്ചുള്ള ഒരു പെർസെപ്ഷൻ നെഗറ്റീവ് ആയിട്ടല്ലേ കിട്ടുന്നത്? അത് തന്നെയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നെഗറ്റീവായിട്ട് കിട്ടുന്നത് ആരുണ്ടാക്കുന്നത്? അല്ല, നെഗറ്റീവായിട്ട് അല്ല, ആരാണ് ഉണ്ടാക്കുന്നത് പറഞ്ഞാൽ മതി. ആരാണിത് ഉണ്ടാക്കുന്നത്? നെഗറ്റീവായി കിട്ടുന്നു എന്ന് നിങ്ങൾ പറയുമ്പോൾ ഇത് ആരാണ് ഉണ്ടാക്കുന്നത്? ഇവിടുത്തെ മെയിൻ സ്ട്രീമിലുള്ള എഴുത്തുകാരും മെയിൻ സ്ട്രീമിലുള്ള മീഡിയയും ഉൽപ്പാദിപ്പിക്കാതെ എങ്ങനെ ഈ ആശയങ്ങൾ കിട്ടും? നമ്മുടെ പഴയ ഇതിനകത്തല്ല, എന്താണ് അർദ്ധനാരീശ്വരൻ എന്നൊക്കെ പറയും. എന്നിട്ട് എന്താണ് അർദ്ധനാരീശ്വരനാണ്, എല്ലാവരും അർദ്ധനാരീശ്വരന്മാരാണെന്ന് വരെ വേണമെങ്കിൽ സിദ്ധാന്തപരമായി പറയും. ഇതെല്ലാം പറയുന്നിട്ട് ഇത് അങ്ങനെയല്ലല്ലോ. എന്നിട്ട് അശ്വത്ഥാമാവിനെ കൊന്നു എന്ന് പറഞ്ഞ് ദ്രോണരെ കൊണ്ട് ആയുധം താഴ്ത്തിച്ച് വെക്കുന്നതിന് മുന്നേ അതല്ല തെറ്റിപ്പോയി. ഭീഷ്മരുടെ മുമ്പില് ശിഖണ്ഡിയെ കൊണ്ട് നിർത്തിയിട്ടാണല്ലോ ചെയ്തത്. അപ്പൊ അന്ന് തൊട്ട് വെറുപ്പുള്ളവർ തന്നെയാ, അല്ലാതെ അങ്ങനെ അക്സെപ്റ്റൻസ് ഒന്നുമില്ല. സാമൂഹികമായി നമ്മൾ ശരിക്കും പരിശോധിച്ച് നോക്കിയാൽ നമുക്കത് കാണാൻ പറ്റും. ന പുംസകം എന്നാണ്, പുരുഷൻ അല്ലാത്തവൻ. ഭയങ്കര സംഭവമാണ് ഈ പുരുഷന്മാരെന്ന് വരുത്തുന്നതിന് വേണ്ടിയാണല്ലോ ആ പറയുന്നത്. അതിനകത്തൊരു സ്ത്രീകളുടെ വശം പോലും ഇല്ലല്ലോ നപുംസകം എന്ന് പറയുന്ന വാക്കിനാണ്. ഇതൊക്കെ നമ്മൾ കാണേണ്ടതുണ്ട്. വളരെ മോശം അല്ല, അങ്ങനെ നമ്മൾ ഒരു സംസ്കാരത്തിനകത്തു നിന്നാണ് നമ്മൾ വന്നിട്ടുള്ളത്. അല്ല, അങ്ങനെ നമ്മൾ പറയുമ്പോഴും ഇപ്പൊ ഈ എല്ലാവരെയും അല്ല ഞാൻ പറയുന്നത്, ചിലർക്കൊരു ഒരു ഒരു ധാർഷ്ട്യമോ അതോ എന്ത് വേർഡ് വിളിക്കണം. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളൊരു ജാതി സ്വഭാവമുള്ള മനുഷ്യനാണ്, നിങ്ങളൊരു കുലസ്ത്രീയാണ്. അതല്ല, ഞങ്ങൾക്ക് നിങ്ങൾ ഈ വിഷയം തന്നെ പറയുമ്പോൾ കുലസ്ത്രീയാണ്. നിങ്ങളൊരു കുലസ്ത്രീ ആണെന്നുള്ളതിൽ എനിക്ക് സംശയമൊന്നുമില്ല. അല്ലെങ്കിൽ ഈ വിഷയം നിങ്ങൾ കാണുപോലുമില്ല. അതുകൊണ്ട് ഇത് ഈ നേരത്തെ നമ്മൾ രണ്ടുപേരും കൂടെ കുട്ടികളുടെ കാര്യത്തിൽ പറയുന്നത് അതേ ധാർമ്മിക പോയ പ്രശ്നമാണ്. നെഞ്ചും മെരിച്ച് നിൽക്കുന്ന ഒരു തൊഴിലാളിയെ കാണുമ്പോൾ ഒരു കുലസ്ത്രീക്കും കുലപുരുഷനും ഉണ്ടാകുന്ന വെറുപ്പാണ് ഈ ചോദ്യം. എനിക്കിതിനകത്ത് സംശയമൊന്നുമില്ല. എന്ന് പറഞ്ഞാൽ ഒരു ട്രാൻസ്ജെൻഡർ അവിടെ നിന്ന് തുള്ളി, ഈ സുരേഷ് ഗോപി ഇവിടെയൊക്കെ നടന്ന് ഓരോന്ന് പറയുകയും ചെയ്യുകയും തുള്ളുകയൊക്കെ ചെയ്തില്ലേ? നിങ്ങൾക്ക് ഇതുപോലെ തോന്നത്തില്ലല്ലോ. എത്ര അറപ്പ് തോന്നുന്ന തരത്തിലുള്ള വരികൾ പറയുന്ന ഒരു മനുഷ്യനാണ് അയാൾ. ആര് പറയുന്നത്? നിങ്ങൾക്ക് എന്തായാലും കുളിര് കോരും. ഇപ്പൊ സുരേഷ് ഗോപി വന്നാൽ നിങ്ങളുടെ അടുത്ത് വന്നാൽ നിങ്ങൾ മഹാമോശമായിട്ട് പെരുമാറുന്നതാണ്, ഇവിടെ അടുക്കണ്ടെന്ന് പറയുമോ? പറയുമായിരിക്കുമെന്നോ? എന്റെ പൊന്നെ, അത് തകർത്ത് കളഞ്ഞ്. ഞാൻ പറയുന്നത് ഇതൊന്നും പറയത്തില്ല. അതേ സമയത്ത് ട്രാൻസ്ജെൻഡർ വന്ന് നിങ്ങളെ കെട്ടിപ്പിടിക്കുകയാണെങ്കിൽ നിങ്ങൾ അകലെ നിൽക്കാൻ പറയും. ഇതെനിക്ക് സംശയമൊന്നുമില്ല. ഇത് വളരെ കൃത്യമായിട്ടുള്ള ജാതി വിവേചനം പോലെ തന്നെയുള്ള വികാരമാണ്. ഇപ്പൊ നിങ്ങൾ ഈ ആൾക്കാർ ക്രോസ് ഡ്രസ് ചെയ്ത് ഞാൻ പറഞ്ഞ ഒരു 50 പേരാണ് ആകെ ഉള്ളത്. ഈ 50 പേര് ഈ നാട്ടിൽ നടക്കുന്ന കാണുമ്പോൾ ഉള്ള കുന്നായ്മ എന്ന് പറയും. കുശുമ്പല്ലത്, കുന്നായ്മ.
വിരോധം, പക, ഇതെല്ലാമാണ് ഈ പറയുന്ന സാധനം പൊങ്ങി വരുന്നത്. തലകുത്തി നിന്നാല് നിങ്ങളുടെ ദേഹത്ത് മുട്ടിയിട്ടുണ്ടോ? ഒന്നുമില്ല. അപ്പൊ നിങ്ങൾക്ക് കാണുമ്പോ സഹിക്കത്തില്ല. അത് തന്നെയാണ്. അല്ല, അതിന്റെ അല്ല പ്രശ്നം. അതല്ലാതെ വേറെ എന്ത് പ്രശ്നമാണ് ഇവിടുത്തെ? ഇവിടെ 100 കുറ്റം ചെയ്യുക, 100 കുറ്റവാളികൾ എടുത്താൽ അതിനകത്ത് എത്ര ട്രാൻസ്ജെൻഡേഴ്സ് ഉണ്ടാവും? അത് കുറവായിരിക്കും. കുറവായിരിക്കും. ഇല്ലായിരിക്കും. ഇല്ല ഇല്ല ഇല്ല. അപ്പൊ പിന്നെ ആ കാറ്റഗറിക്കകത്ത് നിങ്ങൾക്ക് ചർച്ചയില്ലല്ലോ. ഇല്ല, അതില്ല. അപ്പൊ പിന്നെ നിങ്ങൾക്ക് ഉള്ളത് ഇതിനെയാണ് പറഞ്ഞത്, ജാതീയമായ വിരോധം തോന്നുന്നത് പോലെ തന്നെ, ലിംഗപരമായ വിരോധം തോന്നുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് ഈ ന്യൂനപക്ഷ ലൈംഗികതയുള്ള ആൾക്കാരോടുള്ള വിരോധം തോന്നുക എന്ന് പറയുന്നത് വളരെ എന്താ പറയണ്ടേ, മറ്റുള്ളവരുടെ മുകളിൽ കുതിര കയറണമെന്ന് ആഗ്രഹിക്കുന്ന മേൽത്തട്ട് ബോധമാണ്. അല്ല, ഞാൻ ജനറലൈസ് ചെയ്തല്ല പറയുന്നത്. എങ്കിൽ പോലും എങ്കിൽ പോലും എന്ന് പറഞ്ഞൊരു വാക്ക് നിങ്ങൾ ഈ വിഷയം ചർച്ചയ്ക്ക് എടുക്കാനായിട്ട് ഈ നാട്ടിന്റെ അകത്തെ പ്രശ്നമാണ്. ഈ നാട്ടിനകത്തെ മനുഷ്യർ തമ്മിലുള്ള ബന്ധത്തിനകത്ത് ആൾക്കാർ തമ്മിലുള്ള ഈ നാട്ടിലെ പ്രധാന പ്രശ്നങ്ങൾ എന്നൊക്കെ പറയുന്ന നിലവാരത്തിൽ എന്തെങ്കിലും പ്രശ്നമാണ്? ഇതൊന്നുമല്ല. പിന്നെ ഇത് നിങ്ങൾ ഉന്നയിക്കുക, അതാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഈ ചോദ്യം ചോദിക്കുമ്പോൾ എനിക്ക് ഒറ്റ നോട്ടത്തെ കാണാം, ഈ വെറുപ്പ് മറ്റ് അന്യരെ നമ്മളെപ്പോലല്ലാത്തവരോട് വെറുപ്പുള്ള മനുഷ്യരുടെ ബോധത്തിനകത്തു നിന്നാണ് അത് ചോദ്യം. അതായത് ഇവിടുത്തെ ഇപ്പൊ ഞാനുമായിട്ട് ഇരുന്ന് സംസാരിക്കുന്ന സമയത്ത് ഇങ്ങനൊരു വിഷയം തന്നെ നിങ്ങൾക്ക് പറയേണ്ടി വരുന്നത്, നിങ്ങളിത് ഉന്നയിക്കേണ്ടി വരുന്നത് അല്പത്വമുള്ള മലയാളികളുടെ റെപ്രസെന്റേറ്റീവ് ആയവരാണ്. അവരെയാണ് കുലപുരുഷന്മാരെന്നും കുലസ്ത്രീകളെന്ന് പറയും. അവരുടെ ബോധത്തിനകത്തു നമ്മളെപ്പോലെ അല്ലാത്തവരെല്ലാം വെറുക്കപ്പെടേണ്ടതാണ് എന്ന് വിചാരിക്കുന്ന സ്ഥലമാണ്. അതുകൊണ്ടാണ് അതങ്ങനെ വരുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ ഇതൊരു പ്രശ്നം പോലും അല്ല. കേരളത്തിനെ പിടിച്ചുലയ്ക്കുന്ന പ്രശ്നം ഇനി അതല്ല, ഈ കുടുംബങ്ങളിലെല്ലാം തകർന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നം, അല്ല ഇനി ഇവിടുത്തെ ക്രമസമാധാന പ്രശ്നം, അല്ല സാമ്പത്തിക തകർച്ചയ്ക്ക് കാരണം, ഇങ്ങനത്തെ ഒരു കാര്യവും ഇല്ലാത്തൊരു കാര്യമില്ല ഈ പറഞ്ഞോണ്ടിരിക്കുന്നത്. അതല്ല ഞാൻ ചോദിക്കാൻ കാരണം, അതല്ല എന്ന് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ എന്താണെന്നായി പറയുന്നത്? അല്ല, അവരുടെ ഒരു അവരെന്ന് പറയുന്ന ആരാണ്? ട്രാൻസ്ജെൻഡേഴ്സ് നിങ്ങൾക്ക് വിഷയമാകുന്നത് എങ്ങനെയാണ്? വിഷയമാകുന്നല്ല, അത് അന്നത്തെ ഒരു കാലഘട്ടം. നിങ്ങൾക്ക് എങ്ങനെയാണ് വിഷയമാകുന്നത് പറയാം. നിങ്ങളെ എന്താണ് ട്രാൻസ്ജെൻഡേഴ്സ് ഇതുവരെ ചെയ്തിട്ടുള്ളത്? അന്നും ഇന്നും കണ്ട ഒരാൾ എന്ന നിലയിൽ അല്ല, എനിക്ക് കണ്ടതിനകത്ത് ഞാനിത് അഭിപ്രായം പറയാനോ എടുക്കുന്നോ എനിക്കൊരു പരാതിയോ ഒന്നും ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ. പിന്നെ ഞാനെന്ത് എന്നോട് നിങ്ങൾ ഈ ചോദ്യം ചോദിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? ആ വികാരത്തിനെയാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നെ പോലൊരാളോട് നിങ്ങൾക്ക് ഈ വിഷയം സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്നതിന്റെ പ്രധാന കാരണമാണ് ഞാൻ ഈ പറയുന്നേ. ഞങ്ങൾക്ക് പിടിക്കുന്നില്ല നിങ്ങളുടെ ഈ പണിയൊന്നും, ഞങ്ങൾക്ക് അവരെ കാണുന്നത് തന്നെ ചതുർത്ഥിയാണെന്ന് പല ആൾക്കാർ പറയും. അതായി പറഞ്ഞിട്ടിരിക്കുന്നത്. അവര് നിങ്ങളുടെയൊക്കെ മണ്ടേ വന്നിട്ട് തുപ്പുകയും ആട്ടുകയും ചെയ്യണം. സത്യത്തിൽ അതാണ് അവർ ചെയ്യേണ്ടത്. അത് അവർ ഇതുവരെ ചെയ്യാതിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് മാത്രമേ ആലോചിക്കാനൊക്കുള്ളൂ. അത്രത്തോളം ദ്രോഹിച്ചിട്ടുള്ള മനുഷ്യരാണ്. അതുകൊണ്ട് നിങ്ങൾക്കിത് പറയാനോ ചോദിക്കാനോ ഉള്ള യാതൊരു അർഹതയും ഇല്ല. അവർ ഈ നാട്ടിനകത്ത് ആരെയെങ്കിലും ഉപദ്രവിക്കുന്നുമില്ല. അവരെ ഇന്നും ഉപദ്രവിക്കപ്പെടുന്നതല്ലാതെ നിങ്ങൾക്ക് ഈ പറയുന്നത് എന്ന് പറഞ്ഞാല് പാമ്പിനെ അടിച്ചു കൊല്ലുമ്പോൾ അതിന്റെ വാലനങ്ങി എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും അതിനെ അടിക്കുന്ന ആൾക്കാരുണ്ട്. അതിന്റെ ചോദ്യമാണ്, അവിടെ നിന്നുള്ള ചോദ്യം. ഇതൊന്നും സാമൂഹ്യമായ യാതൊരു കാര്യമില്ല. നിരന്തരം ഇവിടെ മനുഷ്യരെ കൊന്നുകൊണ്ടിരിക്കുന്നത്, നിരന്തരം കലാപം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊന്നും നിങ്ങളുടെ ഒരു ഇഷ്യൂ പോലും അല്ലാതെ അവരിപ്പം ഉടുപ്പ് വിട്ട് ഇവിടെ നടക്കുന്നത് നിങ്ങളിത് കണ്ടിട്ട് നിങ്ങൾക്ക് ഒന്നും തോന്നുന്നില്ലേ എന്നാണ് അതിന് എന്നോട് ചോദിച്ചത്. അതല്ല, ട്രംപ് പറഞ്ഞല്ലോ അവരുടെ രാജ്യത്ത് അത് തന്നെയാണ്. ആ ട്രംപിന്റെ കൊച്ചു ടംപിയാ നിങ്ങള്. ട്രംപിണി കൊച്ചു ട്രംപിണിയാണ്. ഇവിടെ മലയാളി ട്രംപന്മാരും ട്രംപിണികളും ഇഷ്ടം പോലെ ഉണ്ടെന്ന് നന്നായി. നിങ്ങൾക്ക് വിരോധമുണ്ട്, എനിക്ക് അതിനകത്ത് ഈ വിരോധം ഇല്ലെന്ന് നിങ്ങൾ പറഞ്ഞിട്ട് പറയാതെ അങ്ങനെ. നിങ്ങൾ വിരോധം ഇല്ലാതെ നിങ്ങൾക്ക് ഒരിക്കലും ഈ വിഷയം ഉന്നയിക്കാൻ പറ്റില്ല. ട്രംപിണിയാണ്, സംശയം.